ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ രേണുവിനെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവുള്ള കമൻസൊക്കെ പിന്നെയും തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇതെനിക്ക് രേണു പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് തനിക്കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്ന് നിർത്തണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ രേണു ഇതെനിക്ക് കള്ളത്തരമാണ് പറയുന്നത്, രേണുവിന് ക്യാൻസർ ഒന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം അഭിനയമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ രേണുവിനുണ്ടെങ്കിൽ അസുഖം കുറച്ച് കൂടി എന്നുള്ളൊരു ന്യൂസാണ് വെളിയിൽ വരുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആദ്യം തൊട്ട് എല്ലാ പ്രൊസീജിയറും ക്ലിപ്പും ഒക്കെ ഇട്ടാൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സഹോദരിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സഹോദരി ഉണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെ അടുത്തിരുത്തി ഒരു കുഴപ്പമില്ല, നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നല്ല രീതിയിലാണ് നോക്കുന്നത്. രേണു ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു സഹോദരി ഉണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇത് കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് തന്നെ പോകാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്കെതിരെ എന്ത് ഏറ്റവും ഉണ്ടെങ്കിലും അത് ഈ സമയത്ത് ഇറക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർ സുഖമായിട്ട് വന്ന് പതുക്കെ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ അപ്പം പറയും. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇവർ വെയ്യാതിരിക്കുന്ന ഒരു സമയമാണ്, ഏറ്റവും ഉണ്ടെങ്കിൽ ലോയസ്റ്റ് നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇതാണെങ്കിൽ പിന്നെ അവരെ ബുദ്ധിമുട്ടി അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും വന്ന് അവരുടെ ജീവൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരെ സന്തോഷിക്കുന്ന ഒരു കാര്യമല്ല. അവർക്കൊണ്ട് ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവരെ മാക്സിമം ഉപദ്രവിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഒരുപാട് പേരുണ്ട് ഈ അവസരം മുതലെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.